ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ വൺ ഡേ ട്രിപ്പിൻ്റെ ലാസ്റ്റ് സ്പോട്ടാണിത്. ഇടവെട്ടി ഫോറസ്റ്റ് ആണ്. ഫസ്റ്റ് സ്പോട്ട് കോട്ടപ്പാറ, പിന്നെ കാറ്റാടിക്കടവ്, ആനചാടി വാട്ടർഫോൾസ്, പിന്നെ നമ്മളെത്തിയത് ഇടവെട്ടി ഫോറസ്റ്റിലേക്കാണ്. അപ്പോൾ ഇതിനകത്ത ഒരു കാഴ്ച നമുക്ക് കാണാം. ഈ സ്ഥലങ്ങളുടെയൊക്കെ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ നഗരവനത്തിൻ്റെ ഉള്ളിലോട്ട് നടന്ന് കയറുകയാണ്. മൊത്തം കാടാണ് കേട്ടോ. അപ്പുറം ഇപ്പുറം വേറെ ഒന്നുമില്ല. ഫുള്ള് ഇതിൻ്റെ ഉള്ളിൽ ശരിക്കും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. നടന്നിങ്ങനെ കാടിൻ്റെ ഉള്ളിൽ കൂടി ഉൾക്കാടിലോട്ട് പോണ പോലെ ഇങ്ങനെ നടന്ന് പോകാം. നല്ല കൂളിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പം. ആ ഒരു കാടിൻ്റെ ഉള്ളിലോട്ട് കയറിയപ്പം തൊട്ട് നല്ലൊരു തണുപ്പ്, നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. കുറേ കിളികളുടെ സൗണ്ടുകളും അങ്ങനെയൊക്കെ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നമ്മള് ഫോണിലൊക്കെ നോക്കി, ഗൂഗിളൊക്കെ നോക്കി വലിയ സംഭവമാണെന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ എത്തിയത്. ഇവിടെ എത്തിയപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം ഇല്ലയെന്ന് അറിയണത്. പുറത്ത് ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ടിക്കറ്റ് എടുത്തൊന്നും ആളെ കയറ്റുന്നില്ല. അല്ലെങ്കിലും ടിക്കറ്റ് എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള അത്ര ഒന്നും ഇതിനകത്ത് ഇല്ല. ശരിക്കും ടിക്കറ്റ് എടുത്ത് കയറണമെങ്കിൽ വൻ നഷ്ടമാണ്. ഇത് വെറുതെ ഫോറസ്റ്റ് മൊത്തം കാടാണ്. ഇതിൻ്റെ ഉള്ളിൽ പിന്നെ പ്രത്യേകിച്ചൊന്നും കാണാനില്ലെങ്കിലും ഇങ്ങനെ കാട് കാണുന്നതും ഒരു ഭംഗി തന്നെയാണല്ലോ. ഇവിടെ നിൽക്കുന്ന മരങ്ങൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ്. ഈ വനം നിറച്ച് മരങ്ങളാണല്ലേ. ഈ ഫോറസ്റ്റ് നിറച്ച് കാണാം കേട്ടോ. അമ്മ പറഞ്ഞിട്ട് ഈ ഫോറസ്റ്റ് നിറച്ച് കാണാൻ പോയാൽ മതി എന്നാണല്ലോ. ഇതിൻ്റെ അറ്റം വരുമ്പോൾ ഇതുപോലൊരു വീടും പിന്നെ ഇത്രയും കാടിന് നടുക്കൊരു കസേര അല്ല ഇരിക്കാനായിട്ടുള്ള ചെയർ. പിന്നെ അത് അങ്ങോട്ടേക്ക് സെയിം വഴി അങ്ങോട്ടും ഉണ്ട്. ഞങ്ങൾ അങ്ങോട്ട് അധികം പോകണില്ല. ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കുകയാണ്. കാരണം ഇതിൻ്റെ ഉള്ളിൽ പ്രത്യേകിച്ചൊന്നും കാണാനില്ല, വഴികൾ മാത്രമേ ഉള്ളൂ. ഞങ്ങൾ അങ്ങോട്ട് പോകണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പിള്ളേർ പറഞ്ഞു അങ്ങോട്ട് ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ടെന്ന്. അപ്പോൾ ഞാനും ചേച്ചിയും കൂടി അങ്ങോട്ട് പോണേണ്. എൻ്റെ ചേട്ടനും ചേട്ടനും അടുത്തേയും വന്നിട്ടില്ല കേട്ടോ. അവർ വരുമോ തിരിച്ച് പോവുമോ എന്നറിയില്ല. ഇവിടം വരെ ഈ ഒരു റോഡ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് ഇതുപോലത്തെ ഒരു നടപ്പാതയാണ്. തിരിച്ചു പോകാൻ വേണ്ടി നിന്നിരുന്ന ഞങ്ങൾ പിള്ളേർ വന്നുകൊണ്ട് മാത്രം, അവരിങ്ങനെ ഒരു ഗാർഡൻ അവിടെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞങ്ങൾ നടന്നതാണ്. ഇങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ. പക്ഷെ അങ്ങോട്ട് എന്തായിരിക്കും? ഇത് കുറേ വഴി അങ്ങാടും ഇങ്ങാടും ഉണ്ട്. ഇതാണ് കേട്ടോ പിള്ളേർ പറഞ്ഞ ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡനിലൊരു ബട്ടർഫ്ലൈനെ പോലും കാണാനില്ലല്ലോ ഈശ്വര. വെറുതെ നമ്മുടെ സമയം വേസ്റ്റാക്കി. കുറച്ച് തൊട്ടാവാടി ഉണ്ട് അപ്പുറം ഇപ്പുറമൊക്കെ. ഒരു തുമ്പിനെങ്കിലും കണ്ടിരുന്നെങ്കിൽ. മുല്ലുണ്ട്, ഇത് ചെത്തി. പിന്നെ ഇതെന്ത് തരം പൂവാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കാണാൻ എന്തായാലും നല്ല ഭംഗിയുണ്ട്. ഇത് കുറേ ഇതളുകളുള്ള മുല്ലയാണ്. ഒരു ബട്ടർഫ്ലൈനെ കണ്ടിട്ട് ഒരു യെല്ലോ വീഡിയോയിൽ കിട്ടണില്ല. ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വലിയ കാണാനൊന്നുമില്ല. എന്താ അവിടെ ഒരു വീട് പോലത്തെയൊക്കെ ഉണ്ട്. ഇതാണ് പിള്ളേർ പറഞ്ഞ ബട്ടർഫ്ലൈ ഗാർഡൻ. ഇവിടെ എന്താ ഉള്ളത്? പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഏറ്റം വരെ നടന്നു. പക്ഷെ കാട് നല്ലതാണ്. കാട് ആസ്വദിക്കണം നമ്മളെപ്പോഴും. ശുദ്ധമായി ശ്വസിക്കാൻ പറ്റും. അതെ അതെ. തിരിച്ചിനി ഇതേപോലെ കയറണം, ഇറങ്ങണം. എന്തരാ നമ്മൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടും. ഇവർ പകുതി വരെ വന്നുള്ളൂ. പിന്നെ ഇവർ വന്നില്ല. ഇവിടെ ഇരുന്ന് അങ്ങോട്ടൊന്നും അധികമൊന്നും ഇല്ല എന്ന് പറഞ്ഞിട്ട് കുറേ പിള്ളേർ സൈക്കിൾ ഓട്ടി കളിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന ഒരു പാതയാണത്. ഒന്നുമില്ലാത്ത ഈ ഒരു സ്ഥലത്തുനിന്ന് നമ്മൾ തിരിച്ചു പോവാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ അത് കാണാനില്ല. പിന്നെ കാടിൻ്റെ ഭംഗി ആസ്വദിക്കണം എന്നുള്ളവർക്കൊക്കെ
ഇവിടെ വരാൻ അല്ലാത്തവർ വന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയാണ്. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്ക്. വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണം. അടുത്ത വീഡിയോയിൽ അടുത്ത വിശേഷങ്ങളുമായിട്ട് വരുന്നത് വരെ ബായ്.